ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലെ എന്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ലളിതം മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് 2025 ഡിസംബർ സർക്കിളിൽ നടന്ന 2026 ജനുവരി 6-ാം തീയതി നടന്ന മലയാളം ചോദ്യപേപ്പറിനെ വിശകലനം ചെയ്യുകയാണ്. അതിനുശേഷം 10ഓളം ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2026 ജൂണിൽ നടക്കുന്ന, അപ്പോ പരീക്ഷ എഴുതിയവരുണ്ട്, ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ട്, ഈ പരീക്ഷ എഴുതിയിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ട്, റെസ്പോൺസ് ഷീറ്റ് നോക്കിയവരുണ്ട്, നെറ്റിലേക്ക് എത്തില്ല, PhD ഓണിലേക്ക് എത്തില്ല, JRF എത്തിയില്ല എന്ന ടെൻഷനൊക്കെ അടിച്ചിട്ട് ഇരിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഒരു തോൽവിയും തോൽവിയല്ല, അടുത്ത വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് മാത്രം അതിനെ കാണാം. റിസൾട്ട് വന്നാലൊക്കെ എല്ലാവർക്കും സങ്കടം ഉണ്ടാവും, കുറച്ചു നേരമൊക്കെ കരയാനൊക്കെ തോന്നും. ആ കരച്ചിൽ അതോടുകൂടി നിർത്തുക, വീണ്ടും പഠിക്കാനായിട്ട് തുടങ്ങുക. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ 2026 ജൂൺ എക്സാമിന് നെറ്റ് JRF കൂടിയിട്ട് ക്രാക്ക് ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുക. അപ്പൊ ആ നെറ്റ് JRF ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലളിത മലയാളം ടീം ഒരു ഫ്രീ ക്ലാസ് സീരീസുമായിട്ട് വീണ്ടും എത്തിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണ് കഴിഞ്ഞ പരീക്ഷ എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ വേണം. ഞാൻ വീണ്ടും പറയുകയാണ്, പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടായിരിക്കും, മുൻപ് എഴുതി ശീലമുള്ളവരുണ്ടായിരിക്കും, ഏത് വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിലും. ഇനി സെറ്റ് എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കും, കേട്ടറ്റ് എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കും, 2027 വിളിച്ചേക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന, മനക്കോട്ട കെട്ടിയിരിക്കുന്ന HSSTക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും ഇതിലുണ്ടാകാം. ആ ഒരു പരീക്ഷയെ കുറിച്ചൊരു യാതൊരു വിധത്തിലും ഉറപ്പ് നമുക്കില്ലേ. എന്തായാലും UGC നെറ്റ് മലയാളം പരീക്ഷ 2025 ഡിസംബർ സർക്കിളിൽ നടന്ന പരീക്ഷയെ നമുക്ക് ആദ്യം ഒന്ന് വിലയിരുത്താം. എങ്ങനെയാണ് ഇപ്പോഴത്തെ പരീക്ഷ, പുതിയ പാറ്റേൺ എന്ന് അറിയണ്ടേ? പരീക്ഷ എഴുതിയവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറഞ്ഞേ, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? സത്യസന്ധമായ അഭിപ്രായം എന്തും പറയാം, വളരെ ഫ്രീ ആയിട്ട്, ആരും എയർ പിടിച്ച് ബലം പിടിച്ചിരിക്കുന്നു വേണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ പരീക്ഷ? മലയാളം പേപ്പർ സബ്ജക്റ്റ് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, ജനറൽ പേപ്പർ ഞാൻ ചോദിക്കുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ പറഞ്ഞേ? ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ഓക്കെ, ജ്യോതിലക്ഷ്മി പറയുന്നുണ്ട് ടൈം കൺസ്യൂമിങ് ആയിരുന്നു, പുതിയ ഒരു മോഡൽ ആയിരുന്നു എന്ന് IC ടീച്ചർ പറയുന്നുണ്ട്. പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ അഭിപ്രായം പറയും, നിങ്ങൾ എഴുതിയവരാണ് എങ്കിൽ. SFI SSUS എന്നൊക്കെ കാണുന്നുണ്ടല്ലോ, SSUS കാലടിയിലുള്ള ആളാണോ? ഞാൻ അവിടെയോ പഠിച്ചത്. മോഡറേറ്റീവ് ആയിരുന്നു മിസ്സേ എന്ന് സതീഷ് സാർ പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ എന്താ മിണ്ടാതിരിക്കുന്നത്? പരീക്ഷ എഴുതിയവർ ഈ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് അറിയാം. എല്ലാവരും വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം പറയൂ. പുതുതായിട്ട് എഴുതുന്നവർക്ക് ആ എക്സാമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. 3-4 പേര് മാത്രമാണ് ഇവിടെ 3 പേരെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ. കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് ധനലക്ഷ്മി ടീച്ചർ പറയുന്നുണ്ട്. കാരണം ക്വസ്റ്റ്യൻ കൂടി എന്ന് അമൃത പറയുന്നുണ്ട്. ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടു എന്ന് ഷംനാഥ് പറയുന്നു. വിഷമമായിരുന്നു എന്ന് ആൽവിൻ സാർ പറയുന്നുണ്ട്. നിത പറയുന്നത് കാരണം ക്വസ്റ്റ്യൻ കൂടുതലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ 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 ബാക്കിയുള്ളവരൊക്കെ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഒന്ന് ടൈപ്പ് ചെയ്യണേ. എനിക്ക് അവരെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യാനാണ്. ഇടയ്ക്കിടയ്ക്ക് പേരൊക്കെ വിളിച്ചിട്ട് ചോദ്യം ചോദിക്കാനുള്ളതാണ് എനിക്ക് പലർക്കും. അപ്പൊ ഞാൻ പറയുകയാണ് എങ്കിലും 2024 നടന്ന 24 നടന്ന 2 എക്സാം, ജൂണിലെ എക്സാമും ഡിസംബറിലെ എക്സാമും 2025 ജൂണിൽ നടന്ന പരീക്ഷകളും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് 2025 ഡിസംബർ സർക്കിളിലെ മലയാളം സബ്ജക്ട് പേപ്പർ ടഫ് തന്നെയായിരുന്നു. എക്സാം എഴുതിയില്ല, കുറെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. ഓക്കെ ടീച്ചർ, അടുത്ത പ്രാവശ്യം നന്നായി എഴുതാൻ പറ്റട്ടെ. നന്നായി പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് തോന്നി. ക്വസ്റ്റ്യൻസ് ടഫ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നി. പഠിക്കുന്നത് പൂർണ്ണമായി പഠിക്കണം, വാലും തലയും അറിയാണ്ട് പഠിച്ചു പോയിട്ട് കാര്യമില്ല. സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ കണ്ടത്. മുഹസിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കണ്ടോ, കറക്റ്റാണ്, പറഞ്ഞതൊക്കെ കറക്റ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നെറ്റ് മലയാളം പരീക്ഷ ഒരു മോഡറേറ്റ് ലെവല്, അല്ലെങ്കിൽ നന്നായി പഠിച്ചു പോയവർക്ക് മാത്രം എളുപ്പമായിട്ട് തോന്നുന്ന, മുഴുവനായിട്ട് പഠിച്ചു, സിലബസ് പഠിച്ചു, പക്ഷെ റിവിഷൻ ചെയ്തില്ല, അല്ലെങ്കിൽ റിവിഷനിൽ എവിടെയെങ്കിലും പോരായ്മ വന്നു, ഇനി നന്നായി പഠിച്ചു പോയിട്ടാണെങ്കിലും ചോദ്യങ്ങളുടെ വ്യത്യാസം കാരണം ടഫായി തോന്നിയ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നത്? ഈസി ടു ഹാർഡ്. നന്നായി പഠിച്ച ആളുകൾക്ക് ഇങ്ങനെ ഒരു ഈക്വൽ സ്റ്റാൻഡിൽ നിൽക്കാം, അല്ലെങ്കിൽ എക്സാം ഹാർഡ് തന്നെയായിരുന്നു എന്ന് നമുക്ക്
പറയാനായിട്ട് പറ്റും. അപ്പൊ ചോദ്യങ്ങളുടെ ഒരു അവലോകനം നമുക്ക് നോക്കാം. ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്തും, അത് ഒന്നോ രണ്ടോ വട്ടം എഴുതിയ പരീക്ഷ ആയിക്കോട്ടെ, പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആദ്യം ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. മുൻകാല ചോദ്യപേപ്പറുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന പകുതിയിലധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരിയല്ലേ? എന്റെ ഈ ഒരു നിഗമനം, ഞാൻ നിങ്ങളുടെ ചോദ്യപേപ്പർ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് പറഞ്ഞത്. മുൻകാല ചോദ്യപേപ്പറുകളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ട്വിസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഉൾപ്പെടാത്തവ, അല്ലാത്തവ, അത്തരത്തിലെ എന്താണ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചാൽ മാത്രം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന, 3-4 ഘട്ടങ്ങൾക്ക് ശേഷം മാത്രം ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന, അത്തരത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ചിലപ്പോൾ 2-3 മിനിറ്റ് അതിലും കൂടുതൽ എടുക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങള് ഈ എക്സാമില് കൂടുതലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ സാധാരണയായിട്ട് നമുക്ക് 100 ചോദ്യങ്ങളുടെ പരീക്ഷയിൽ എങ്ങനെ പോയാലും 25+ ചോദ്യങ്ങൾ ആവർത്തന ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ഇപ്രാവശ്യം ആവർത്തന ചോദ്യങ്ങൾ താരതമ്യേന കുറവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആവർത്തന ചോദ്യങ്ങളുടെ എണ്ണം വളരെയധികം കുറവായിരുന്നു. പിന്നെ പൗരസ്ത്യ സിദ്ധാന്തം, മക്കളെ പൗരസ്ത്യ സിദ്ധാന്തത്തിൽ നിങ്ങൾ ചോദ്യങ്ങൾ കണ്ടോ? നമ്മുടെ ഭാമഹനും ദണ്ഡിയും കാവ്യപ്രയോജനവും രീതിരാത്മക കാവ്യസ്യയും ഒക്കെ നമ്മൾ പഠിച്ചു പോയിട്ട്, കൃതികളുടെ പേരടക്കം നമ്മൾ പഠിച്ചു പോയിട്ട്, നിങ്ങൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല. നോക്കിയിട്ട് നിങ്ങൾ കണ്ടോ മക്കളെ? ഇല്ല, ചോദ്യങ്ങളില്ല. ശ്രദ്ധിച്ചോട്ടാ, ചോദ്യങ്ങൾ ഇല്ല. ഭാഷാശാസ്ത്രം, ഒരു ഹർഷിയോ ഉൽക്ഷിപ്തമോ എന്തോ ഒന്ന്, ഒരൊറ്റ ചോദ്യം മാത്രം ഭാഷാശാസ്ത്രത്തിൽ നിന്ന് വന്നു. മണിപ്രവാളം, നമ്മുടെ സന്ദേശകാവ്യങ്ങള്, നമ്മുടെ അച്ചീചരിതങ്ങള്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ടല്ലേ. മണിപ്രവാളത്തിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടില്ല. മണിപ്രവാളത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടില്ല. സന്ദേശകാവ്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടില്ല. നമ്മുടെ ശാസനം, വാഴപ്പള്ളി ശാസനം, ഹജൂർ ശാസനം, വാഴപ്പള്ളി ചെപ്പേട്, പാലിയം ശാസനം, പാർത്ഥിവപുരം ശാസനം, നമുക്ക് കാലഗണന പുറപ്പെടുവിച്ചത്, അവകാശങ്ങൾ നൽകിയത്, അഞ്ചുവണ്ണവും മണിഗ്രാമവും പരാമർശിക്കുന്നത്, ചാത്തൻ മടുകൻ പരാമർശിക്കുന്നത്, ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ടൈപ്പുകൾ ഉണ്ടല്ലേ ശാസനങ്ങളുമായി ബന്ധപ്പെട്ട്. ഒരു ചോദ്യം ചോദിച്ചില്ല. ശാസനങ്ങളിൽ നിന്ന് ചോദ്യം വന്നിട്ടില്ല. ശാസനങ്ങളിൽ നിന്ന് ചോദ്യമില്ല. ഇനി തുള്ളൽ കൃതികളെ കുറിച്ചുള്ള അഭിപ്രായം, തുള്ളല് ഗണം തിരിക്കുക, എന്തൊക്കെ ചോദ്യങ്ങൾ, തുള്ളൽ വരികൾ തരിക, തുള്ളലിൽ നിന്ന് ചോദ്യം ഉണ്ടോ? ഇല്ല. ജീവചരിത്രം ചോദ്യം ഉണ്ടോ? ജീവചരിത്രത്തിൽ നിന്ന് ചോദ്യം ഉണ്ടോ? ഇല്ല. ആത്മകഥയിൽ നിന്ന് എത്ര ചോദ്യം വന്നു? 3 ചോദ്യം വന്നു. ഒരു ചോദ്യം ജീവചരിത്രത്തിൽ നിന്ന് ഇല്ല. സൈബർ സാഹിത്യത്തിൽ നിന്ന് ചോദ്യം ഉണ്ടോ? ഇല്ല. സൈബർ സാഹിത്യത്തിൽ നിന്ന് ചോദ്യം ഇല്ല. ഇനി താരതമ്യ സാഹിത്യത്തിൽ നിന്നുണ്ടോ? ഇല്ല. ബാലസാഹിത്യത്തിൽ നിന്നുണ്ടോ? ഇല്ല. ഒരു ചോദ്യം എന്തുണ്ട്, കൃതികളുമായിട്ട് മാച്ച് ദി ഫോളോയിങ് ആയിട്ട് നടത്തുന്നത്. പക്ഷെ അങ്ങനെയല്ല ചോദ്യം വരാറ്. അച്ചടി പത്രമാസിക കണ്ടോ എവിടെയെങ്കിലും ചോദ്യം? 3 മുതൽ 4 വരെ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് അച്ചടി, പത്രമാസിക, റേഡിയോ, ടെലിവിഷൻ എന്നുള്ളത്. അതിൽ നിന്നില്ല. സിനിമയുണ്ട്, സിനിമാ ഗാനങ്ങളുണ്ട്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്തിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എന്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നില്ല എന്നുള്ളത് നിങ്ങളോട് ഞാൻ ആദ്യം ശ്രദ്ധിക്കാൻ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കാം? ഒരു ലോജിക്ക് വെച്ച് നിങ്ങൾ പറഞ്ഞേ. ഞാൻ ആദ്യം പറഞ്ഞത് എന്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും വരാത്ത ഏരിയ ഞാൻ ആദ്യം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? എന്തുകൊണ്ടായിരിക്കും വരാത്ത ഏരിയ ആദ്യം നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്? ഇനി അത് ഫോക്കസ് ചെയ്യേണ്ടി വരും. കറക്റ്റ് ആണ്. അടുത്ത പരീക്ഷയ്ക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ HSA ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഓർമ്മ വന്നത്. എഴുത്തച്ഛൻ നമ്പ്യാർ ഇല്ലാത്ത മലയാള എക്സാം. ഇത് ടീച്ചറെ സെയിം ടു യു, എനിക്ക് ഓർമ്മ വന്നത് തന്നെ. അടുത്ത തവണ വരും, അടുത്ത പ്രാവശ്യം വരാൻ സാധ്യതയുണ്ട്. കറക്റ്റ് ആണ്, നിങ്ങളുടെ നിഗമനം കറക്റ്റ് ആണ്. ഈ ഏരിയയിൽ നിന്ന് അടുത്ത പ്രാവശ്യം ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു എന്താ പറയാ, ഒരു കാറ്റ് വീശിയ പോലെ ഒരു ഏരിയയിലൂടെ മാത്രം കടന്നു പോയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്രാവശ്യത്തെ ചോദ്യ പേപ്പറിൽ നമുക്ക് വന്നിട്ടുള്ളത്. ആ ഏരിയ ഏതാണ്? കാര്യം കാരണം. ഞാൻ പറയട്ടെ മക്കളെ, 2023 കൂടിയിട്ട് നമ്മുടെ ചോദ്യ പേപ്പറിൽ നിന്ന് പോയ ഒരു ചോദ്യ വിഭാഗമാണ് കാര്യം കാരണം. ഒരു ചോദ്യമൊക്കെയാണ് ഈ മേഖലയിൽ നിന്ന് 2023 അല്ല കേട്ടോ, 24 ഒരു ചോദ്യമൊക്കെയാണ് ഈ മേഖലയിൽ നിന്ന്
ഇപ്പൊ സമകാലികമായിട്ട് നടന്നൊരു 3-4 പരീക്ഷകൾ എടുക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്രാവശ്യം 10 ചോദ്യങ്ങൾ എഴുത്തച്ഛനൊക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ചോദ്യം വന്നിരിക്കുന്നത്. കാര്യം കാരണത്തിലാണ് വന്നിരിക്കുന്നത്. ഈ മേഖലയിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നു? 10 ചോദ്യങ്ങൾ വന്നു. ചെറിയൊരു കാര്യമല്ല. 10 ചോദ്യങ്ങൾ ഈ ഒരു മേഖലയെ ഫോക്കസ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് 10 ചോദ്യങ്ങൾ കാര്യം കാരണത്തിൽ നിന്ന് വരിക എന്നുള്ളത്. പലരും കാര്യം കാരണം എളുപ്പമാണെന്ന് പറയും. അത് എന്തുകൊണ്ട് എളുപ്പമാണെന്ന് പറയുന്നതെന്ന് അറിയോ? ആ ലോജിക്ക്, കാര്യം കാരണം എങ്ങനെ എഴുതണം എന്നുള്ള ലോജിക്ക് അവർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ്. നമ്മൾ നമ്മുടെ PG മത്സര ബുദ്ധി, വിമർശന ബുദ്ധി ഒന്നും വെച്ചിട്ട് ഈ ചോദ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അറ്റൻഡ് ചെയ്യരുത്. എന്താണോ കാര്യമായിട്ട് തന്നിരിക്കുന്നത്, കാരണമായിട്ട് തന്നിരിക്കുന്നത്, അത് മാത്രം ശ്രദ്ധിക്കുക. എന്താണോ കാര്യമായിട്ട് തന്നിരിക്കുന്നത് അതിന് ഉചിതമായ കാരണമാണോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് എളുപ്പത്തിലേക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മളെ കുഴപ്പിക്കുന്നതായിരിക്കും. പിന്നെ പതിവ് പാറ്റേൺ, ചേരുംപടി ചേർക്കുക. കൃതികൾ, കാര്യങ്ങൾ, കഥാപാത്രങ്ങള്, നോവലിലെ കഥാപാത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് 2 സെറ്റ് ക്വസ്റ്റ്യൻ വന്നു ഇല്ലേ? ചേരുംപടി ചേർക്കുക സാധാരണയായിട്ട് ചോദിക്കുന്ന നിലവാരത്തിൽ തന്നെയാണ് ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത്. ചേരുംപടി ചേർക്കുകയിലെ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ ആൻസറിലേക്ക് എത്തുന്ന രീതിയിലുള്ള 4ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇപ്രാവശ്യം കൂടുതലായിരുന്നു. പിന്നെ 3 മുതൽ 4 വരെ ചോദ്യങ്ങൾ മാത്രം വന്നിരുന്ന വ്യാകരണം എന്ന ഏരിയയിൽ നിന്ന് 8 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. എത്ര ചോദ്യങ്ങൾ വന്നു? 8 ചോദ്യങ്ങൾ. അത് തന്നെ ഏറ്റവും കൂടുതൽ എന്ത്? വിനയച്ചം, പേരച്ചം, വിഭക്ത്യാഭാസം. അതന്നെ, പേരച്ചം, വിനയച്ചം. ഇത് മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് പഠിക്കാണ്ട് വിട്ടുപോയിട്ടുള്ള ഒരാൾ ഈ ക്ലാസ്സിലുണ്ട് വെച്ചെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഇതാണ് പറയുന്നത്. നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാനില്ല നമ്മുടെ സിലബസിൽ. പലരും എന്നോട് ചോദിക്കും ടീച്ചർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഏതാ? നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ പരീക്ഷയുടെ സ്വഭാവം അതാ. എന്തും വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ വ്യാകരണത്തിൽ നിന്ന് ഇപ്രാവശ്യം ചോദ്യങ്ങൾ കൂടുതലാണ്. അതേസമയം നിങ്ങൾ ഒരു കാര്യം ചോദിച്ചോ, നമ്മുടെ സ്ഥിരം പാറ്റേൺ ഉണ്ട്. നമ്മുടെ സന്ധി, സമാസം, വിഭക്തി, ലീലാതിലകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ധി ചർച്ച. അതിൽ നിന്നൊരു ചോദ്യം വന്നോ? റുട്ടോർ ദിത്വം ച. നമ്മൾ നമ്മൾ കുറെ പഠിക്കാറുണ്ട് ഇല്ലേ? അതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അടുത്ത പ്രാവശ്യം അതിന് സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ സാധാരണ കൃതികൾ രചയിതാക്കൾ ചോദിച്ചിട്ടുണ്ട്, കഥാപാത്രം കൃതി ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നോവലിനെ മുൻനിർത്തിക്കൊണ്ട് എത്ര എണ്ണം? 3 എണ്ണത്തോളം വന്നിട്ടുണ്ട് ഇല്ലേ? നോവലിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട്, നോവലിലെ കഥാപാത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് 2ഓളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നാടോടി വിജ്ഞാനീയത്തിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്, കുഴക്കുന്ന ചോദ്യങ്ങളല്ല. പിന്നെ കവിത വരികൾ 7 ചോദ്യമാണ്. കവിതയും വരികളും തന്നിട്ട് 7ഓളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇത്തറവാടിത്ത ഘോഷണത്തെക്കാളും വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നും മൊഴിയിൽ സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. ആത്മകഥയെ മുൻനിർത്തിക്കൊണ്ട് മാത്രം 3 ചോദ്യം, യാത്രാവിവരണത്തിൽ നിന്ന് 2 ചോദ്യം, കാലഗണന എന്നത് 9-ലധികം ചോദ്യങ്ങൾ, അലങ്കാരം വൃത്തം 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത് അലങ്കാരം വൃത്തത്തിൽ നിന്ന് 5 ചോദ്യം വന്നു. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള വൃത്തത്തിന്റെ അക്ഷരസംഖ്യ ഇപ്രാവശ്യവും ചോദിച്ചു. നമ്മളത് മാരത്തണിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? ഇനി കാലഗണനയിലേക്ക് വരിക, അല്ലെങ്കിൽ ക്രമം എന്നതിലേക്ക് വരികയാണ് എങ്കിൽ ഇപ്രാവശ്യത്തെ ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ടഫ് ലെവൽ നിൽക്കുന്നത് ഇവിടെയാണ്. നമുക്ക് ഒരു ചോദ്യം തന്നു, 1, 2, 3, 4 എന്ന് 4 ഒരു ഓപ്ഷൻ തന്നു. ഈ ഒരു ചോദ്യത്തിന് നേരിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കുകയാണ് എങ്കിൽ ഇത് ഒരു ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ലെവലിൽ തന്നെ, ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ എന്തിലേക്ക് എത്തുന്നു? ഉത്തരത്തിലേക്ക് എത്തുന്നു. ഓക്കെ, ഇനി ഈ ഗണം എന്നുള്ളതാണ് ഇപ്പോ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, സമത്വ സമാജം, യോഗക്ഷേമ സഭ, അതുപോലെ NSS, ആത്മവിദ്യാ സംഘം, ഇവ കാലഗണനക്രമത്തിലാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 എണ്ണം തന്നു. എന്നിട്ട് അതിന്റെ ഒരു കാലഗണന തരികയാണ് എങ്കിൽ ഇതിന്റെ വർഷങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇവിടെ എത്ര സ്റ്റെപ്പ് നടന്നു? ഇവിടെ 2 സ്റ്റെപ്പ് നടന്നു അല്ലെ? പക്ഷേ കവിതയുടെ ഒരു വരി തന്നിട്ട് കാലഗണനാക്രമത്തിലാക്കാനായിട്ട് നമ്മളോട് പറയുന്ന സമയത്ത് കവിതയുടെ വരി ഏത് കവിയുടേതാണെന്ന് നമുക്ക് മനസ്സിലാകണം, ഏത് കൃതിയിലേതാണെന്ന് നമുക്ക് മനസ്സിലാകണം, പ്രസിദ്ധീകരണ വർഷം നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ 3 സ്റ്റേജ് കഴിഞ്ഞു. ഇനി ആ പ്രസിദ്ധീകരണ വർഷം എഴുതിയിട്ട് അത് ക്രമപ്പെടുത്തിയിട്ട് അത് ഉത്തരത്തിലേക്ക് നോക്കണം. അപ്പൊ എത്ര ഘട്ടം കഴിഞ്ഞു? 5 ലെവല് കഴിഞ്ഞു അല്ലെ?
അപ്പൊ ഇതാണ് എന്ത് എക്സാമിന്റെ ടഫ് ലെവൽ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ നമ്മുടെ പ്രാചീന കൃതികളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള സ്ഥലങ്ങൾ തന്നിട്ട് അവയെല്ലാം ഏത് ജില്ലയാണെന്ന് ചോദിച്ചിട്ട് ആ ജില്ലകൾ തെക്ക് നിന്ന് വടക്കോട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? അങ്ങനെ ഒരു ചോദ്യം കണ്ടില്ലേ നിങ്ങള്? ഇതൊക്കെയാണ് എന്ത് ടഫ് ലെവൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. അപ്പൊ സതീഷ് ചോദിച്ചിട്ടുണ്ട് ചലഞ്ച് ചെയ്യാൻ എത്ര ചോദ്യം ഉണ്ടായിരുന്നു? ഒരു ചോദ്യമാണ് കണ്ണും പൂട്ടി ചലഞ്ച് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നിഘണ്ടു അല്ലാത്തത് ഏത് എന്നുള്ള ഒരു ചോദ്യം. അത് ഉറപ്പായിട്ടും ചലഞ്ച് ചെയ്യാൻ, അത് ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റു ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് പ്രൂഫ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നാർമടിപ്പുടവ എന്നുള്ള കൃതി നാർമുടിപ്പുടവ എന്നായിരുന്നു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതൊരു ടൈപ്പിംഗ് എററാ. അതൊക്കെ അവർ ഡിലീറ്റ് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. പലരും ചലഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. കാര്യം കാരണം ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് കൃത്യം എവിഡൻസ് കൊടുത്താൽ മാത്രമാണ് നമുക്കത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള മറുപടി ഇതാണ്, വിത്ത് എവിഡൻസ് നമ്മൾ കൊടുക്കണം. ഗ്രന്ഥസൂചി അടക്കം നമ്മൾ കൊടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ചലഞ്ചബിൾ ആയിട്ട് അതിനെ എടുക്കുകയുള്ളൂ. അതാണ് ചലഞ്ച് ചെയ്യാനുള്ള ചോദ്യങ്ങളുടെ എണ്ണം കുറവാണെന്ന് പറഞ്ഞത്. കണ്ടോ? അപ്പൊ ഇപ്രാവശ്യം വന്ന ചോദ്യമേഖലകൾ കണ്ടോ? പരീക്ഷ ഓരോ വട്ടം കഴിയും തോറും ടഫ് ലെവലായിട്ട് വരികയാണ്. കൃത്യമായിട്ടുള്ള പഠനവും റിവിഷനും വേണം എന്ന് പറയുന്നതിന്റെ കാരണം എല്ലാവർക്കും മനസ്സിലായോ? ഇതാണ് അവസ്ഥ നമ്മുടെ. ഓക്കെ, ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ഇതാണ് ആ ചോദ്യം. ഇപ്പൊ സതീഷ് കുമാർ ചോദിച്ച ചോദ്യം ഇതാണ്. 829 11-829 എന്നുള്ളത് ലാസ്റ്റ് കോഡ് വരുന്ന ചോദ്യം. നിഘണ്ടു എന്ന വിഭാഗത്തിൽ പെടാത്തവ ഏത്? ആൻസർ കീ പ്രകാരം AB മാത്രം എന്നുള്ളതായിരുന്നു. പക്ഷെ ശബ്ദ സൗഭകം എന്താണ്? ജോൺ കുന്നപ്പള്ളിയുടെ വ്യാകരണ ഗ്രന്ഥാണ്. ഭാഷാശാസ്ത്ര വ്യാകരണവുമായി ബന്ധപ്പെട്ടുള്ള കൃതി. അത് ഒരിക്കലും നിഘണ്ടു അല്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണ് കണ്ണും പൂട്ടി ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ARന്റെ വ്യാകരണ കൃതി അടക്കം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ചോദ്യം എന്താണ് ചലഞ്ചബിൾ ആണ് എന്ന കാര്യത്തില് ഷുവർ ആണ്. പലരും ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. അവധാരണ ഗദ്യത്തിൽ നിന്ന് സാധാരണ ചോദിക്കുന്നത് പോലെ തന്നെ 2 സെറ്റുകളിലൂടെ നമുക്ക് എത്ര ചോദ്യം വന്നു? 10 ചോദ്യം വന്നു. റീഡിംഗ് കോംപ്രിഹെൻഷൻ ചെയ്ത് ശീലമുള്ളവർക്ക്, കമ്പ്യൂട്ടറിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്ത് ശീലമുള്ളവർക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു സാധാരണയായിട്ട് ഇതിൽ നിന്ന് വരാറുള്ളത്. അതേ ലെവലിലേക്ക് തന്നെയാണ് ഇപ്രാവശ്യവും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പരീക്ഷ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ഒരു ഏകദേശം ധാരണയായില്ലോ എല്ലാവർക്കും? ആയില്ലോ? ഇനി നമ്മൾ PYQ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. ഇക്കഴിഞ്ഞ പരീക്ഷ 2025 ഡിസംബർ സർക്കിളില് ജനുവരി 6-ാം തീയതി കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പൂർണ്ണമായിട്ട് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? യെസ്. ആദ്യത്തെ ചോദ്യം പിടിച്ചോ. ഒഥല്ലോയ്ക്ക് AR രാജരാജവർമ്മ രചിച്ച വിവർത്തനമേത്? ഓപ്ഷൻ 1 ദശകുമാര ചരിതം, ഓപ്ഷൻ 2 ഉദ്ദാലക ചരിതം, ഓപ്ഷൻ 3 കാമയാനി, ഓപ്ഷൻ 4 മനഃശക്തി. പറഞ്ഞേ എല്ലാവരും. ഒരാളെ ആൻസർ പറഞ്ഞു, 10 ആളെ ആൻസർ പറഞ്ഞു. ഇനി ഞാൻ തന്നെ അത് വിളിച്ചു പറയണ്ട, അങ്ങനെയുള്ള ഒരു വിചാരങ്ങളും ഇവിടെ ഇല്ല. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഉത്തരാണ്. ഓക്കെ, വിധു ടീച്ചർ ബി എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ജ്യോതിലക്ഷ്മി ടീച്ചറും ആതിരയും ഐസി ടീച്ചറും ധന്യ ടീച്ചറും ധനലക്ഷ്മി ടീച്ചറും ഒക്കെ 2 ബി എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും പറഞ്ഞേ. ആരും മിണ്ടാതിരിക്കേണ്ട ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. എല്ലാവരും ആൻസർ പറഞ്ഞേ. ആലുൻ സാറേ ഉത്തരം പറഞ്ഞേ, ഏതാണ് ആൻസർ എന്നുള്ളത്? ആരും മിണ്ടാതിരിക്കണ്ട. ഓക്കെ, ഒഥല്ലോ. ഓക്കെ, എല്ലാവരും ഏതാണ്? ഉദ്ദാലക ചരിതം എന്നാണ് പറയുന്നത്. ഉദ്ദാലക ചരിതം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഞാൻ ആദ്യം പറയട്ടെ, ഒഥല്ലോ ആരുടെ നാടകമാണ്? ഒഥല്ലോ എന്നുള്ളത് എന്താണ്? ഒരു നാടകമാണ് അല്ലെ? ഒഥല്ലോ നാടകമാണ്. ആരുടെ നാടകമാണ് ഒഥല്ലോ? പറഞ്ഞേ മക്കളെ, ആരുടെ നാടകമാണ് ഒഥല്ലോ? ഷേക്സ്പിയറിന്റെ നാടകമാണ് അല്ലെ? ഷേക്സ്പിയറിന്റെ നാടകമാണ് ഒഥല്ലോ. ഷേക്സ്പിയറിന്റെ നാടകമാണ് ഒഥല്ലോ. അപ്പൊ ഷേക്സ്പിയറിന്റെ നാടക വിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഷേക്സ്പിയറിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങൾക്ക് മലയാള വിവർത്തനം വന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിയാലോ, എന്നിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഷേക്സ്പിയറിന്റെ നാടകങ്ങൾക്ക് മലയാളത്തിലെ വിവർത്തനം വന്നിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ മുഴുവൻ ടൈപ്പ് ചെയ്യണമെന്നില്ല, കീവേഡ് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ ബാക്കി ഊഹിച്ച് പൊരിപ്പിച്ചോളാം.
ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നാടകങ്ങള്? ഷേക്സ്പിയറിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നാടകമാണ് ഏത്? ആൾമാറാട്ടം എന്ന പേരിലെ കല്ലൂർ ഉമ്മൻ പീലിപ്പോസ് വിവർത്തനം ചെയ്തു. ഏതാണ് ആ നാടകം? കല്ലൂർ ഉമ്മൻ പീലിപ്പോസ് ആൾമാറാട്ടം എന്ന പേരിലെ വിവർത്തനം ചെയ്ത നാടകം ഏതാണ്? യെസ്, അമിന പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ കൃതി? കോമഡി ഓഫ് എറേഴ്സ് എന്നുള്ള കൃതി. അപ്പൊ ഷേക്സ്പിയറിന്റെ കോമഡി ഓഫ് എറേഴ്സിനെ മലയാളത്തിൽ വന്നിട്ടുള്ള വിവർത്തനമാണ് ആൾമാറാട്ടം. ആരാണ് അത് എഴുതിയത്? കല്ലൂർ ഉമ്മൻ പീലിപ്പോസ് ആണ്. ഇവിടെ ആൽവിൻ സാർ പറഞ്ഞിട്ടുണ്ട് മെർച്ചന്റ് ഓഫ് വെനീസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മള് മെർച്ചന്റ് ഓഫ് വെനീസ് എന്നുള്ള കൃതിയുടെ വിവർത്തനാണ് നോക്കുന്നത് അല്ലെ. പേർഷ്യ സ്വയംവരം നോക്കൂ. പേർഷ്യ സ്വയംവരം എന്ന പേരിലെ ഏത് കൃതി? മെർച്ചന്റ് ഓഫ് വെനീസ്. ആരാണ് വിവർത്തനം ചെയ്തത്? ചെമ്പകരാമൻ വേലായുധൻ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ചിലപ്പോ വേണമെങ്കിൽ ഷേക്സ്പിയറുടെ ഇതര നാടകങ്ങളുടെ മലയാള വിവർത്തനമാണ് ചോദിക്കുക. ആൾമാറാട്ടം പറഞ്ഞു, പേർഷ്യ സ്വയംവരം പറഞ്ഞു. ഓക്കെ, ഇനി എപ്പോ അടുത്ത് ഞാനൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണെ. ഷേക്സ്പിയറുടെ നാടകത്തിന്റെ പേര് ടൈമിംഗ് ഓഫ് ദി ഷ്രൂ എന്നാണ്. ഈ നാടകം ഏത് പേരിലാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്? കലഹിനി എന്നൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞേ. യെസ്, കലഹിനി ധമനഖം എന്ന പേരിലെ വിവർത്തനം ചെയ്തു. ആര് വിവർത്തനം ചെയ്തു? അത് ഇമ്പോർട്ടന്റ് ആണല്ലോ. നമ്മുടെ കണ്ടത്തിൽ വർഗീസ് മാപ്പിള വിവർത്തനം ചെയ്തു. ഈ കൃതി വിവർത്തനം ചെയ്തു. ഇനി എപ്പോഴും നമ്മുടെ നെറ്റിന്റെയും സെറ്റിന്റെയും പരീക്ഷയ്ക്ക് സ്ഥിരം പാറ്റേൺ ചോദിക്കാറുള്ള ഒരു കൃതിയുണ്ട്, ഹാംലെറ്റ്. ഷേക്സ്പിയറുടെ ഹാംലെറ്റ് അതേ പേരിൽ തന്നെ വിവർത്തനം ചെയ്തതാരാ? ഷേക്സ്പിയറുടെ ഹാംലെറ്റ് ആരാണ്? നമ്മുടെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ഹാംലെറ്റ് വിവർത്തനം ചെയ്തത്. ഓക്കെ, ഇനി മാക്ബത്ത് വിവർത്തനം ചെയ്തതാരാ? വിവർത്തനം ചെയ്തത് കെ കൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ്. ക്ലിയർ അല്ലേ? അപ്പോ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഷേക്സ്പിയറുടെ ഇനിയും കുറെ കൃതികളുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ചോദ്യത്തിന്റെ ഉത്തരം മാത്രം പഠിച്ച പോരാ, അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി എന്തൊക്കെ വരാം എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഷേക്സ്പിയറുടെ നാടകങ്ങൾക്ക് മലയാളത്തിൽ വന്നിട്ടുള്ള വിവർത്തനങ്ങൾ ഇത് മുഴുവനായിട്ട് എവിടെയൊക്കെ ചോദ്യങ്ങളായിട്ട് എഴുതി വെച്ചവരുണ്ടായിരിക്കും. ഒറ്റ സെറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് പലരുടെയും കയ്യിൽ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ കിട്ടിയില്ലേ? കൃത്യമായിട്ട് എഴുതി വെച്ചോ, പഠിച്ചോ. അപ്പൊ ഒതെല്ലോക്കെ AR രാജരാജവർമ്മ രചിച്ച വിവർത്തനം ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ ഏതാണ്? ഉദ്ദാലക ചരിതം. ക്ലിയർ അല്ലേ? ഉദ്ദാലക ചരിതം, ഒഥല്ലോ. അപ്പൊ ഞാനൊരു കുഞ്ഞു ചോദ്യം ചോദിക്കട്ടെ. ഷേക്സ്പിയറുടെ ഒഥല്ലോ ഇതിവൃത്തമായി സ്വീകരിച്ച് മലയാളത്തിൽ ഒരു സിനിമ വന്നിട്ടുണ്ട്. ഏതാണ് ആ സിനിമ? ഒഥല്ലോ. യെസ്, വിധു ടീച്ചർ റെഡി ആയിട്ടിരിക്കുക. ഞാൻ ഈ ചോദ്യം എന്താ ചോദിക്കാത്തെന്ന് വിചാരിച്ചിട്ട്. യെസ്, ആ സിനിമ ഏതാണ്? കളിയാട്ടം. മനസ്സിലായില്ലേ? കളിയാട്ടം സിനിമ ഏതാന്ന്? പെരുമലയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സുരേഷ് ഗോപി അഭിനയിച്ച് അനശ്വരമാക്കിയിട്ടുള്ള സിനിമ. താമര എന്നുള്ള ക്യാരക്ടർ അവതരിപ്പിച്ചത് മഞ്ജു വാര്യരാണ്. കളിയാട്ടം ആരാണ് ഡയറക്ട് ചെയ്തത്? ജയരാജ്. സുരേഷ് ഗോപിയും മഞ്ജു വാര്യരും അഭിനയിച്ച സിനിമ. ഓക്കെ, ഇനി അടുത്തത് AR രാജരാജവർമ്മയുടെ വിവർത്തന നാടകങ്ങൾ പഠിക്കണ്ടേ? ക്ലിയർ അല്ലേ? ഹാംലെറ്റിന്റെ വിവർത്തനമാണോ? മാക്ബത്ത് എന്ന പേരിൽ ഒരു നാടകം ഉണ്ട് കൂട്ടി ഷേക്സ്പിയറിന്റെ. അത് അതേ പേരിൽ തന്നെ കെ രാമകൃഷ്ണപിള്ള വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ AR രാജരാജവർമ്മയുടെ സംസ്കൃത നാടക വിവർത്തനങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ?
മാളവികാഗ്നിമിത്രം. മാളവികാഗ്നിമിത്രം ARന്റെ വിവർത്തനമാണ്. സ്വപ്നാവാസവ ദത്തം. സ്വപ്നാവാസവ ദത്തം ARന്റെ സംസ്കൃത നാടക വിവർത്തനാണ്. ചാരുദത്തം. ചാരുദത്തൻ എന്നാണ് വിവർത്തനാണ്. മലയാള ശാകുന്തള. അഭിജ്ഞാന ശാകുന്തളം, മലയാള ശാകുന്തളം എന്ന പേരിൽ ഇദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ AR രാജരാജവർമ്മയുടെ സംസ്കൃത നാടക വിവർത്തനങ്ങളാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുകൂടി നമ്മൾ നോക്കണം. ഇതും കൂടി നോക്കിയാൽ കഴിഞ്ഞോ? പോരാ. ദശകുമാര ചരിതം ആരുടെ വിവർത്തനാണ്? ദശകുമാര ചരിതം. ദശകുമാര ചരിതം എന്നുള്ള കൃതി ആരുടേതാണെന്നറിയോ? ദശകുമാര ചരിതം എന്നുള്ള കൃതി ദണ്ഡിയുടേതാണ്. ആചാര്യ ദണ്ഡിയുടെ കൃതിയാണ് ദശകുമാര ചരിതം. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് മുണ്ടൂർ സുകുമാരനാണ്. മുണ്ടൂർ സുകുമാരനാണ് ഈ കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ഇനി കാമായനി. ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു ഹിന്ദി കൃതിയുടെ ട്രാൻസ്ലേറ്റനാണ്. VK ഹരിഹരൻ ഉണ്ണിത്താൻ. കാമായനി എന്ന പേരിലെ ഒരു കൃതി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് VK ഹരിഹരൻ ഉണ്ണിത്താൻ. മനഃശക്തി എന്നുള്ള കൃതിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകളുടെ പേര് കാണുന്നുണ്ട്. സോഴ്സ്ഫുള്ള് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ്, ഒരു പ്രൂഫ് കിട്ടാത്തതുകൊണ്ട് ആ കൃതി ആരുടേതാണ് എന്ന് ഞാൻ പറയുന്നില്ല. തെറ്റായ ഒരു കാര്യം ഉദ്ദേശം വെച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് ശരിയല്ലല്ലോ, ശരിയല്ല. അതുകൊണ്ട് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ അറിയില്ല എന്ന് തന്നെ പറയുകയാണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെ വേണം ഒരു ചോദ്യം നമ്മൾ പഠിക്കാനായിട്ട്. ആ ചോദ്യത്തിന്റെ ആൻസർ, അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാ, അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ വരുമോ അതൊക്കെ പഠിക്കണം. നമ്മുടെ I+ന്റെ ക്ലാസ് മുഴുവൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവത് നാഗവും നരകവും ഒരുപോലെ. ഇപ്പൊ ഞാൻ ഈ ചോദ്യം കണ്ടപ്പോ വിചാരിച്ചോ, സിമ്പിൾ ആയിട്ട് ഒരു കവിത ഉള്ളൂരിന്റെ പ്രേമസംഗീതത്തിൽ നിന്ന് വന്നിരിക്കുന്നു. ബാക്കി വരെ വായിച്ചപ്പോഴാണ് കിളി പോയത്. വിനയച്ചമേത് ചോദിക്കുന്ന ചോദ്യേ ഒരു വാക്ക് തന്നിട്ടല്ല ചോദിച്ചിരിക്കുന്നത്, അതിലും കവിതയുടെ വരി കുത്തികയറ്റിയേക്കാണ്. വിനയച്ചമേത്? മുൻവിനയച്ചം, പാക്ഷിക വിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം. ഇൽ നൽകുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. പാർഷിക വിനയച്ചം എന്നുള്ളത് I+ന്റെ കോഴ്സ് എടുത്ത് ഓരോ മാർക്കില്ല. ഞാൻ ഒരേ ഒരു ഉദാഹരണേ പാർഷിക വിനയച്ചത്തിന് പഠിപ്പിച്ചിട്ടുള്ളൂ. അതെന്താണ്? ഒരേ ഒരു എക്സാമ്പിൾ ആണ് പാർഷിക വിനയച്ചത്തിന് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഏതാണെന്ന് പറയാൻ പറ്റുമോ? പാർഷിക വിനയച്ചത്തിന് ക്ലാസ്സിൽ എപ്പോഴും പറയുന്നത് ഇൽ, ആൽ എന്നതൊക്കെ വെച്ചിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ, എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിള് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ക്ലാസ് കേട്ടിട്ടുള്ള ആർക്കെങ്കിലും? കുറെ പേരൊന്നും പോയാ. പാർഷിക വിനയച്ചവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം പഠിക്കുകയിൽ ജയിക്കാം എന്ന് തന്നെ കറക്റ്റാ. പഠിച്ചാൽ ജയിക്കാം, പഠിക്കുകയിൽ ജയിക്കാം, അത്രയേ ഉള്ളൂ പാർഷിക വിനയച്ചം. ഇൽ, ആൽ എന്നിവ ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ് ഏത്? പാക്ഷിക വിനയച്ചം എന്ന് പറയുന്നത്. അപ്പൊ മുൻവിനയച്ചം, പാക്ഷിക വിനയച്ചം, പിൻ വിനയച്ചം, തൻ വിനയച്ചം. മുൻ, പിൻ, തൻ, നടുപാക്ഷികം. മുൻ, പിൻ, തൻ, നടു, പാക്ഷികം എന്നിങ്ങനെ വിനയച്ചങ്ങൾ 5 എണ്ണമാണ്. ഈ 5 എണ്ണത്തിന്റെ പ്രത്യയങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. അപ്പൊ നമുക്കിലുയരാം, നൽകുകിൽ തിന്നാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം എന്ന വരിയിലെ വിനയച്ചം, വിന ക്രിയയോട് ചേർന്ന് നിൽക്കുന്നത് ഏതാണ്? അത് പാക്ഷിക വിനയച്ചമാണ്. അപ്പൊ വിനയച്ചം എന്നുള്ളത് നോക്കാണ്ട് പോയാൽ ശരിയാവുകയില്ല. എന്താണ് വിനയച്ചം? വിനയെ, ക്രിയയെ ആശ്രയിച്ചു നിൽക്കുന്ന അപൂർണ ക്രിയയാണ് വിനയച്ചം. അല്ലെ? ക്രിയയെ, അപൂർണ ക്രിയയാണ്, ഒരു ക്രിയയെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു അപൂർണ ക്രിയയാണ് വിനയച്ചം എന്ന് പറയുന്നത്. ഓക്കെ. സോമൻ ജോലി ചെയ്ത് ക്ഷീണിച്ചു, അവൻ കസേരയിൽ ചാരിയിരുന്നു. സോമൻ ജോലി ചെയ്ത് ക്ഷീണിച്ചു, അവൻ കസേരയിൽ ചാരി ഇരുന്നു. അപ്പൊ ഇവിടെ ചെയ്തു, ചാരി എന്നീ ക്രിയാരൂപങ്ങൾ, ക്ഷീണിച്ചു, ഇരുന്നു എന്നീ വിനകളെ, ക്രിയയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഇവ വിനയച്ചങ്ങളാകുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ?
ഇതാണ് വിനയച്ചം എന്ന് പറയുന്നത്. ഇനി ഉദാഹരണങ്ങൾ നോക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുക. I+ന്റെ ക്ലാസ്സുകളൊക്കെ തന്നെ സിമ്പിൾ പോയിന്റുകളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത്തരത്തിൽ ഫ്ലോ ചാർട്ടുകളും ഡിസൈൻസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നോക്കൂ, വിനയച്ചങ്ങൾ 5 എണ്ണമാണ് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. ക്ലിയർ അല്ലേ? ഇനി ഇവ ഓരോന്നും എന്താണ് എന്നുള്ളതാണ്. മുൻവിനയച്ചം പൂർണ്ണമായ ഒരു ക്രിയയ്ക്ക് തൊട്ടു മുമ്പ് നടക്കുന്ന അപൂർണ ക്രിയയാണ് മുൻവിനയച്ചം എന്ന് പറയുന്നത്. അപൂർണ ക്രിയ നടക്കുന്നത് മുൻപിലാണ്. പൂർണ്ണക്രിയയിലെ വ്യാപാരം നടക്കുന്നതിന് മുമ്പ് അപൂർണ ക്രിയയിലെ വ്യാപാരം നടക്കും. ഇതൊന്നും വായിച്ച് കൺഫ്യൂഷൻ അടിക്കണ്ട, ഇത്ര മാത്രം മനസ്സിലാക്കുക. പൂർണ്ണമായി ഒരു ക്രിയ നടക്കുന്നതിന് മുമ്പ് അപൂർണ ക്രിയ അവിടെ നടക്കും. അതിനെയാണ് മുൻവിനയച്ചം എന്ന് പറയുന്നത്. നോക്കൂ, കണ്ടു എന്നുള്ളത് എന്താണ്? പൂർണ്ണമായി നടന്ന ഒരു ക്രിയയാണ്, അല്ലെ? പൂർണ്ണമായി നടന്ന ഒരു ക്രിയയാണ്. ഞാൻ അത് കണ്ടു, ഞാൻ പൂവിനെ കണ്ടു, ഞാന് സുമയ്യയെ കണ്ടു, ഞാൻ കാർത്തികയെ കണ്ടു, ഞാൻ ഫെബിനയെ കണ്ടു. അപ്പൊ എന്താണ്? കണ്ടു, നേരിട്ട് കണ്ടു എന്നുള്ള പൂർണ്ണ ക്രിയയാണ്. ഇതിനു മുമ്പിലെ ഒരു അപൂർണ ക്രിയ നടക്കുകയാണ്. വന്ന് എന്നുള്ളത് ഒരു അപൂർണ ക്രിയയാണ്. വന്നു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണായി, ഇല്ലേ മക്കളെ? വന്നില്ല എന്ന് പറഞ്ഞാലും അത് പൂർണ്ണായി. വന്ന് എന്നതുകൊണ്ട് നമുക്ക് ആ ക്രിയ പൂർണ്ണായി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോ പൂർണ്ണക്രിയക്ക് മുമ്പ് വരുന്ന അപൂർണ ക്രിയ അതാണ് മുൻവിനയച്ചം. വന്ന് കണ്ടു, ചൊല്ലി കേട്ടു. കേട്ടു എന്നുള്ളതാണ് എന്ത്? പൂർണ്ണക്രിയ. അതിനു മുമ്പ് അപൂർണക്രിയ. കേട്ട് പഠിച്ചു. പഠിച്ചു എന്നത് പൂർണ്ണക്രിയയാണ്. അതിനു മുമ്പ് അപൂർണക്രിയ നടക്കുന്നു. പറഞ്ഞു കേട്ടു. കേട്ടു എന്നത് പൂർണ്ണക്രിയയാണ്. അതിനു മുമ്പ് അപൂർണക്രിയ നടക്കുന്നു. ഇനി ചാടിപ്പോയി, ഓടിപ്പോയി, ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുക ഉദാഹരണങ്ങളായിട്ട്. അപ്പൊ ഓടിപ്പോയി, ചാടിപ്പോയി, കേട്ട് പഠിച്ചു, പറഞ്ഞു കേട്ടു, വന്നു കണ്ടു എന്നിങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങളാണ് എന്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുക? മുൻവിനയച്ചത്തിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? എന്താ അവസ്ഥ? ക്ലിയർ അല്ല? ഇനി പൂർണ്ണമായ ഒരു ക്രിയയ്ക്ക് മുമ്പ് അപൂർണമായ ഒരു ക്രിയ നടക്കുകയാണ് എങ്കിൽ അതിനെ മുൻവിനയച്ചം എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അടുത്തത്, അപ്പൊ മുൻവിനയച്ചം എന്ന് പറയുന്നത് എന്താണ്? വന്ന്, ചൊല്ലി, കേട്ടു, പറഞ്ഞ്, ചാടിപ്പോയി എന്നിവയാണ്. ഒരു നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നില്ല. അടുത്തത് പിൻവിനയച്ചാണ്. ഒരു കീവേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നില് നമ്മൾ എന്താ? പിന്നിൽ ആരാ? പിന്നില് ആൻ. പിന്നില് ആൻ ഒരു കീവേഡായിട്ട് ഞാൻ പറയുന്നതാണ്. പിന്നിലാരാ? പിൻവിനയച്ചം. പിന്നിലാരാ? ആൻ എന്ന് പഠിച്ചു വെക്കുക. ആൻ ഒരു പേര് എന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങൾ ഓർത്തു വെച്ചോ. പിന്നിലെ ആനാണ്. ആൻ എന്നുള്ള പ്രത്യയം ചേർക്കുകയാണ് എങ്കിൽ അത് പിൻവിനയച്ചാണ് എന്ന് നമുക്ക് പറയാം. പൂർണ്ണമായി ഒരു ക്രിയ നടന്നതിന് ശേഷം അപൂർണ ക്രിയയെ സൂചിപ്പിക്കുന്നതാണ് പിൻവിനയച്ചം. പൂർണ്ണമായി ഒരു ക്രിയ നടന്നതിന് ശേഷം അപൂർണ ക്രിയ. ഓക്കെ. കാണാൻ പോയി, കാണാൻ പോയി. കുളിക്കാൻ ഇറങ്ങി, പോകാൻ ഇറങ്ങി, വരാൻ പറഞ്ഞു, എഴുതാൻ വന്നു. പൂർണ്ണക്രിയ നടന്നതിന് ശേഷം നടക്കുന്ന അപൂർണക്രിയയാണ് പിൻവിനയച്ചം എന്ന് പറയുന്നത്. ഇനി അത് പഠിക്കാൻ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്നില്ല വെച്ചാൽ അത് വിട്ടുകളയാ. ഒറ്റ കാര്യം, തന്നിരിക്കുന്നതിലെ ആൻ എന്നുള്ള പ്രത്യയം ചേർന്നിട്ടുണ്ടോ അത് പിൻവിനയച്ചമാണ്. ക്ലിയർ അല്ലേ? ആൻ എന്നുള്ള പ്രത്യയം ചേർന്നിട്ടുണ്ടോ അതെന്താണ്? അതെന്താണ് മക്കളെ? അത് പിൻവിനയച്ചമാണ്. അത് പിൻവിനയച്ചമാണ്. ആൻ എന്നുള്ളത് പ്രത്യയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായി? പിൻവിനയച്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് തൻവിനയച്ചം. തൻവിനയച്ചം, താൻ ഏതാ എന്നുള്ള കോഡ് പഠിച്ചേക്കുക. താൻ ഏതാ എന്നുള്ള കോഡ് പഠിച്ചേക്കുക. എപ്പോഴും പിള്ളേരോട് പറയും തൻവിനയച്ചം താൻ ഏതാ. അവേ, അവേ എന്നീ പ്രത്യയങ്ങളാണ് വരുന്നത് എങ്കിൽ അത് തൻവിനയച്ചാണ്. പോകെ കണ്ടു, പോകവേ കണ്ടു, ഉറക്കെ കരഞ്ഞു, ഉറക്കവേ കരഞ്ഞു, മെല്ലെ നടന്നു, മെല്ലവേ നടന്നു. അവേ
താൻ ഏതാ എന്ന് പഠിച്ചു വെക്കുക. കീവേഡാണ് കേട്ടോ പറയുന്നത്. അല്ലാണ്ട് ഈ തന്വിനയിച്ചുമായിട്ട് താൻ ഏതാ എന്നതിന് യാതൊരു ബന്ധവുമില്ല. നമ്മൾ എന്താണ് ഷോർട്ട് കോഡുകളൊക്കെ പഠിച്ചു വെക്കില്ലേ, അതുപോലെ പഠിച്ചു വെക്കുക. തന്വിനയിച്ചം പൂർണ്ണക്രിയയിലെയും അപൂർണക്രിയയിലെയും വ്യാപാരം ഏതാണ്ട് ഒരു സമയത്ത് നടന്നാൽ ആ അപൂർണക്രിയയായിട്ട് വരുന്നതിനെയാണ് തന്വിനയിച്ചം എന്ന് പറയുന്നത്. ഓക്കെ, എ, അവേ എന്നിവയാണ് ഇതിന്റെ പ്രത്യയങ്ങൾ. ക്ലിയർ അല്ലേ? തന്വിനയച്ചം. അപ്പൊ തന്വിനയച്ചത്തിന്റെ പ്രത്യേകതകൾ താൻ ഏതാ എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കാനായിട്ട് പറഞ്ഞു അല്ലെ. താൻ ഏതാ എന്നുള്ള കീവേഡ് പഠിച്ചു വെക്കുക. എ, അവേ എന്നിവയാണ് ഇതിന്റെ പ്രത്യയങ്ങള്. നോട്ട് വെക്കുക. എ, അവേ എന്നിവയാണ് തന്വിനയച്ചത്തിന്റെ പ്രത്യയങ്ങള്. അടുത്തത് നോക്കൂ, നടുവിനയച്ചമാണ്. അടുത്തത് ഏതാണ്? നടുവിനയച്ചമാണ്. ക്രിയയുടെ ശുദ്ധരൂപത്തെ കാണിക്കുന്ന വിനയച്ചമാണ് നടുവിനയച്ചം. ഒരു ക്രിയയുടെ ശുദ്ധമായ രൂപത്തെ കാണിക്കുന്നതാണ് നടുവിനയച്ചം എന്ന് പറയുന്നത്. കാലത്തിന്റെയോ പ്രകാരത്തിന്റെയോ പുരുഷന്റെയോ സൂചനകളൊന്നും ഈ വിനയച്ചത്തിൽ ഉണ്ടാവുകയില്ല. ഉദാഹരണം മാത്രം, പ്രത്യയത്തിന് ഉദാഹരണം മാത്രം പഠിച്ചിരിക്കുക. ആ, ക, ഉഘ. പോവ, പോക, പോവുക. പോവ, പോക, പോവുക. ആ, ക, ഉഘ എന്നിവയാണ് പ്രത്യയങ്ങൾ വരുന്നത് എങ്കിൽ അത് നടുവിനേച്ചമാണ്. ആ, ക, ഉഘ. ആ, ക, ഉഘ എന്താണ്? ചെയ്യുക, ചെയ്യുക. ചെയ്യുക എന്നാണ് ഈ സംഭവം ഇങ്ങനെ വന്നു കിടക്കുന്നത്. ടൈപ്പിംഗ് എറർ ആണ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് അല്ല, എറർ ആണ്. ഫോണ്ടിന്റെ പ്രശ്നമാണ്. ചെയ്യുക. പോവ, പോക, പോവുക. ആ, ക, ഉഘയാണ് വരുന്നത് എങ്കിൽ ഏതാണ് മക്കളെ പ്രത്യയം? ആ, ക, ഉഘ. ഏതാണത്? നടുവിനേച്ചമാണ്. ഇനി പാർഷിക വിനേച്ചം, നമ്മൾ ഏറ്റവും ലാസ്റ്റ് പഠിച്ചതല്ലേ പാർഷിക വിനേച്ചം? ആൽ, ഇൽ, ഉകിൽ, എങ്കിൽ എന്നിവയാണ് വരുന്നത് എങ്കിൽ അത് പാർഷിക വിനേച്ചമാണ്. വന്നാൽ കാണാം, ഇരിക്കുകിൽ പറയാം, പഠിക്കുകിൽ ജയിക്കാം, പഠിക്കുകിൽ ജയിക്കാം. കിട്ടിയാ? ഒരു പൂർണ്ണക്രിയ നടക്കണമെങ്കിൽ അവിടെ ഒരു അപൂർണക്രിയ നടന്നിരിക്കണം. അതിനെയാണ് പാർഷിക വിനേച്ചം എന്ന് പറയുന്നത്. ജയിക്കാം എന്നുള്ള ക്രിയ നടക്കണമെങ്കിൽ പഠിക്കുകിൽ എന്നുള്ള അപൂർണക്രിയ അവിടെ നടന്നിരിക്കണം. അതിനെയാണ് പാർഷിക വിനേച്ചം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഇൽ, കിൽ, ഉകിൽ, എങ്കിൽ, ആൽ എന്നീ പ്രത്യയങ്ങളാണ് പാർഷിക വിനേച്ചത്തെ കുറിക്കുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇൽ, കിൽ, ഉകിൽ, എങ്കിൽ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ഇനി വിനേച്ചങ്ങൾ തെറ്റിക്കരുത്. ഒരാള് പോലും തെറ്റിക്കരുത് ഈ കൂട്ടത്തിലുള്ളവര്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ ഉദാഹരണങ്ങൾ വെച്ചും സ്ലൈഡ് വെച്ചും പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയവരൊക്കെ ഒരു തംസപ്പ് തന്നെ. മിണ്ടാതിരിക്കേണ്ട എല്ലാവരും. എല്ലാവർക്കും ചാറ്റ് ബോക്സിൽ സ്മൈലി കാണുന്നില്ലേ? അവിടെ ഞെക്കി പൊട്ടിച്ചോ. ഓക്കെ, ക്ലിയർ, വെരി ഗുഡ്. ഓക്കെ, കം ബാക്ക്. അടുത്ത ചോദ്യം. ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആര്? സാധാരണയായിട്ട് വരാറില്ല. എന്തിനൊക്കെ വരാറുണ്ട്? സെറ്റിനും HSIക്കും HSSTക്കും ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. നെറ്റിനധികം നമ്മൾ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, നെറ്റിനധികം ചോദിച്ച് കണ്ടിട്ടില്ല. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? അൽമേഡ, ആൽബുക്കർക്ക്, കബ്രാള്, ലോപ്പസോറസ്. ഈ ലോപ്പച്ചേട്ടൻ ഒഴികെ ബാക്കിയുള്ളവരിനൊക്കെ നമുക്ക് പരിചയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇല്ലേ മക്കളെ? ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആര്? അപ്പോ നമ്മുടെ സിലബസിലെ ഇതൾ 10 കേരള സംസ്കാരം അച്ചടി, പത്രം, റേഡിയോ, ടെലിവിഷൻ ഒക്കെ വരുന്ന ഇതൾ 10 നിന്ന് വന്നിട്ടുള്ള അധിനിവേശം എന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് എന്നുള്ളത്. ആരാണ്? 1 എന്നാണ്. 1, 2, 3, 4, 5, 6 പേരെ മാത്രം ഉത്തരം പറഞ്ഞേക്കുന്നത്. എന്നെ കൊണ്ട് പേര് വിളിപ്പിക്കല്ലേ, എനിക്ക് ഒരു മടിയില് പേര് വിളിക്കാൻ. അമല തെരേസ, അമിന, അഞ്ജു ലിൻസൺ, അനുലക്ഷ്മി, ഫിഥ, ജിഷ്ണ, ജ്യോതി, മരിയ, മീനു. ഹായ് മീനു. മീനു എന്റെ ജൂനിയർ ആയിരുന്നേ. നിധ, രശ്മി. എന്താ മിണ്ടാതിരിക്കുന്നത്? പലരും എഴുതിയെടുക്കുന്ന തിരക്കിലായിരിക്കും. എഴുതിയെടുക്കാൻ സമയമുണ്ട്, എന്നാലും ഉത്തരം പറയണം. ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ എഴുതിക്കോ. ഇനി നിങ്ങൾക്ക് ഒരെണ്ണം ഡൗട്ടാണ് വെച്ചെങ്കിൽ, ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഡൗട്ടാണ് വെച്ചെങ്കിൽ ആവണി ചെയ്ത പോലെ 1 എന്നിട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടോ, കുഴപ്പമില്ല.
ഒന്നാണ് മിസ് ആൻസർ, ഒന്നാണ് ആൻസർ. കാരണം അമല മാർക്ക് ചെയ്ത പരീക്ഷയ്ക്ക് മാർക്ക് ചെയ്ത ആൻസർ തെറ്റായിരുന്നു. ആൻസർ കീ നോക്കിയപ്പോൾ ഒന്നാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് ആൻസർ കീ നോക്കണേന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. തെറ്റ് എവിടെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് ബോധ്യം വരും. അമല ഇതൊന്നും പഠിച്ചില്ല എങ്കിലും ഇത് ഒരിക്കൽ തെറ്റിച്ച കാര്യം പിന്നീട് നമുക്ക് ഉത്തരം കിട്ടിയാൽ നമ്മളത് ശരിയാക്കും. അതുകൊണ്ടാണ് എപ്പോഴും റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും എന്താണ് ആൻസർ കീ നോക്കാനും പറയുന്നത്. എന്താണ് ആൻസർ? അൽമേഡ തന്നെയാണ് ആൻസർ. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡയാണ്. ഈ ലോപ്പസോറസിന് പകരം ഇവിടെ നമ്മുടെ ഗാമച്ചേട്ടന്റെ പേരായിരുന്നു വെച്ചെങ്കിൽ എല്ലാവരും ഇവിടെ കൊടുന്ന് കുത്തും. കാരണം ആദ്യം വന്നത് മൂപ്പരാളാണല്ലോ. മൂപ്പരാൾ എത്രാമത്തെ? 5ാമത്തെ 6ാമത്തെ വൈസ്രോയി ആണ്. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡയാണ്. അപ്പോ പോർച്ചുഗീസ് അധിനിവേശവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കിയാലോ. പോർച്ചുഗീസ് അധിനിവേശവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം 1498 മെയ് മാസത്തിലാണ് ആരെത്തുന്നത്? നമ്മുടെ വാസ്കോഡി ഗാമ കോഴിക്കോട് കാപ്പാട്. അയാൾ ആരാ? ആദ്യമായി കേൾക്കുന്നു. അൽമേഡ. ടീച്ചറെ പറഞ്ഞതാ. വാസ്കോഡി ഗാമ 1498 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വരുന്നത്. ക്ലിയർ അല്ലേ? കാപ്പാട് കടപ്പുറം എവിടെയാണ്? അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെപ്പോഴും കോഴിക്കോട് കാപ്പാട് കടപ്പുറം എന്നാണ് പറയുന്നത്. കോഴിക്കോട്ടെ കാപ്പാടിൽ കപ്പലിറങ്ങി കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. 1498 മുതൽ 1663 വരെയാണ് പോർച്ചുഗീസ് അധിനിവേശം. 1.5 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന പോർച്ചുഗീസ് അധിനിവേശം കേരളത്തിലുണ്ടായിരുന്നത്. അപ്പൊ പോർച്ചുഗീസുകാർ തിരിച്ചുപോയത് 1663 ഓക്കെ. പോർച്ചുഗീസുകാർ വരുന്നത് വരെ കേരളവുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു? അറബികൾക്കായിരുന്നു. ഈ അറബികളെയാണ് മൂർ എന്ന് വിളിച്ചിരുന്നത്. മൂർ എന്നറിയപ്പെട്ടിരുന്നത് ആരെ? മൂര് എന്നല്ലാട്ടാ, മൂർ എന്നാണ്. മൂർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? അറബികളാണ്. പോർച്ചുഗീസ് കേരളത്തിൽ. ഓക്കെ. അൽമേഡ അല്ല, 4th ഓപ്ഷൻ ആണെന്നോ? എനിക്ക് ടീച്ചർ പറഞ്ഞത് മനസ്സിലായില്ല. വാസ്കോഡ ഗാമയും സംഘവും ആദ്യമായി കേരളത്തിൽ നിന്ന് തിരിച്ചുപോയ വർഷം. വാസ്കോഡ ഗാമ 1498 മെയ്യിൽ വന്നു. അവരെന്നാണ് ആദ്യമായിട്ട് വന്നിട്ട് തിരിച്ചു പോയത് എന്നുള്ളതാണ് രണ്ടാമത് പോയിന്റ്. എന്നാണ്? 1498 നവംബറിലാണ് അവര് തിരിച്ചു പോയത്. അപ്പോ ഗാമ വരാനായിട്ട് ചിലവഴിച്ചതിനേക്കാൾ 16 ഇരട്ടി ലാഭമാണ് അവരെന്ത്? 16 ഇരട്ടി ലാഭമാണ് അവരിവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോയത്. വരാൻ ചിലവഴിച്ച പൈസയേക്കാൾ 16 ഇരട്ടി ലാഭം. 1502 ഗാമ രണ്ടാമതും വരുന്നുണ്ട്. 1524 ഗാമ അവസാനമായിട്ട് വരുന്നത്. ഗാമ എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്? ഗാമ 5 തവണ വന്നിട്ടുണ്ട്. ഗാന്ധിജി എത്ര തവണ വന്നിട്ടുണ്ട്? 5 തവണ. ഗാമ 3 തവണയും ഗാന്ധിജി 5 തവണയും കേരളത്തിൽ വന്നിട്ടുണ്ട്. വാസ്കോഡി ഗാമ അന്തരിച്ചത് കൊച്ചിയിൽ വെച്ചിട്ടാണ്. വാസ്കോഡി ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കേട്ടോ. ഇപ്പൊ ഇവിടുന്ന് ആളുടെ ഭൗതിക ശരീരം കൊണ്ടുപോയി കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിട്ടുള്ളത്. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് കാണാറുണ്ട്. വാസ്കോഡ ഗാമയുടെ പിന്നാലെ എത്തപ്പെട്ടിട്ടുള്ള ആളാണ് ആര്? പെട്രോ അൽവാരിസ് കബ്രാൾ. കബ്രാൾ ആണ് വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് അറിയപ്പെടുന്നത്. കബ്രാൾ. ഗാമയ്ക്ക് ശേഷം കേരളത്തിലേക്ക് എത്തുന്നത് ആരാണ്? കബ്രാൾ. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വരുന്ന ചോദ്യം ഇതായിരിക്കാം. പെട്രോ അൽവാരിസ് കബ്രാൾ ആണ് ഗാമയ്ക്ക് ശേഷം വരുന്നത്. ഓക്കെ. കബ്രാളിന്റെ പൂർണ്ണനാമം എന്താ? പെട്രോ അൽവാരിസ് കബ്രാൾ എന്നാണ്. AD 500 കബ്രാൾ എത്തുന്നത്. ഇന്ത്യയിലേക്കുള്ള രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് ആരാണ്? കബ്രാൾ ആണ്. പോർച്ചുഗീസ് രാജാവിന്റെ പ്രതിനിധിയായിട്ട് ഇന്ത്യയിലെത്തിയ ആദ്യ വ്യക്തിയാണ് ഫ്രാൻസിസ് ഡി അൽമേഡ. ഇദ്ദേഹമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ്. ഫ്രാൻസിസ് ഡി അൽമേഡ 1505 ഇദ്ദേഹം എവിടെ എത്തുന്നത്? കേരളത്തിലെത്തുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡയാണ്. ഇത് കണ്ടോ? നമ്മുടെ കേരള ചരിത്രത്തിന്റെ സ്ലൈഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ചോദ്യം വന്നേക്കാണേ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡയാണ്. നീലജല നയം ആവിഷ്കരിച്ചത്. നീലജല നയം അത് അവരുടെ ഒരു എന്താണ്
സിദ്ധാന്തമൊന്നല്ല, ഒരു നിയമവ്യവസ്ഥയായിരുന്നു നീലജല നയം. അത് ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡ. ഇതാണ് PSC ക്വസ്റ്റ്യൻ. അൽമേഡയുമായി ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നീലജല നയം അവതരിപ്പിച്ചത് ആരാണ്? അൽമേഡയാണ്. ഓക്കെ, അപ്പോ പോർച്ചുഗീസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ 3 സ്ലൈഡുകളിലൂടെ നോക്കിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? പോർച്ചുഗീസ് അധിനിവേശവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു കാര്യം കാരണം ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്നാമത്തേതിന് കാര്യമെന്നും രണ്ടാമത്തേതിന് കാരണമെന്നും പേര് നൽകിയിരിക്കുന്നു. ശരിയാണ്. ഇവിടെ കാര്യം കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാരണം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നുമല്ല, തന്നിരിക്കുന്ന കാര്യം എന്താണോ അതിനെ മുൻനിർത്തി മാത്രം കാരണത്തെ വിശകലനം ചെയ്യുക. നമ്മൾ PGക്ക് പഠിച്ച അറിവ്, MPhilന് പഠിച്ച അറിവ്, PhD ചെയ്യുകയാണെങ്കിൽ അതിന്റെ അറിവ്, വിമർശനാത്മക ബുദ്ധി, ക്രിട്ടിക്കൽ മൈൻഡ്, ഒരു മാങ്ങാത്തൊലി ഇവിടെ വേണ്ട. ഇത് ഈ കാര്യം കാരണം ക്വസ്റ്റ്യന്റെ ട്രിക്ക് എന്ന് പറയുന്നത് എന്താണോ കാര്യം അതുമായി ബന്ധപ്പെട്ട് മാത്രം കാരണം, പിന്നെ പൊതുവായിട്ടുള്ള ഒരു ആശയം, ആ ആശയത്തെ വളരെയധികം വിമർശനാത്മകമായിട്ടൊന്നും വിലയിരുത്തേണ്ട, ഏറ്റവും ബേസിക് ലെവലിൽ നിന്നിട്ട് വിലയിരുത്തുക. CV രാമൻപിള്ളയുടെ ധർമ്മരാജയിലും രാമരാജ ബഹദൂറിലും ചില കഥാപാത്രങ്ങൾ വ്യത്യസ്തമായ പേരുകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇല്ലേ? ധർമ്മരാജയിൽ പ്രത്യക്ഷപ്പെട്ട ഈ പേരിൽ പ്രത്യക്ഷപ്പെട്ട ആള് രാമരാജ ബഹദൂറിൽ എത്തുമ്പോൾ വേറെ പേരായിരിക്കും. അങ്ങനെ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ശരിയാണോ അത്? ആ കാര്യം, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നിങ്ങൾ പറഞ്ഞേ, ശരിയാണോ? അമ്മിന തംസപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. ഈ കാര്യം എന്നുള്ളത് ശരിയാണ്. അപ്പൊ നമ്മൾ ഉത്തരം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം തന്നിരിക്കുന്ന കാര്യം ശരിയാണ്. ഓക്കെ, അതിന്റെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് CV രാമൻപിള്ളയുടെ ഇതിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതിന്റെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ഈ കാര്യത്തിന്റെ കാരണമാണ് കേട്ടോ. വേറെ ഒരു കാര്യവും നമ്മളിവിടെ ചിന്തിക്കേണ്ട. ഈ കാര്യത്തിന്റെ കാരണം ചരിത്രാഖ്യായികൾ. എന്താ ചരിത്രാഖ്യായികൾ? ധർമ്മരാജയും രാമരാജ ബഹദൂറും എന്താണ്? ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആഖ്യായിക നോവലുകളാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ചരിത്ര നോവലുകളിൽ, ചരിത്രാഖ്യായികളിൽ കഥാപാത്രങ്ങൾ വ്യത്യസ്ത പേരുകളിൽ ആവർത്തിക്കപ്പെടണമെന്ന വ്യവസ്ഥയുണ്ട്. ഒരാളൊരു ചരിത്ര നോവൽ എഴുതുന്നുണ്ട് വെച്ചെങ്കിൽ ഒരു കഥാപാത്രം തന്നെ വ്യത്യസ്തമായ പേരുകളിൽ അതിലെ പ്രത്യക്ഷപ്പെടണമെന്ന് ചരിത്ര നോവലുകൾക്ക് വ്യവസ്ഥയുണ്ട്, നിയമമുണ്ട്. അങ്ങനെ ഒരു നിയമം ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ മക്കളെ? അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടോ? പറയൂ പിള്ളേരെ, ഉണ്ടോ അങ്ങനെ ഒരു വ്യവസ്ഥ? അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ല. സോ ഇത് തെറ്റാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇനി നമ്മൾ ഉത്തരത്തിലേക്ക് കടക്കണം. ചിലപ്പോ ചോദിക്കും ഇത് ശരിയാണോ തെറ്റാണോ എന്ന രീതിയിൽ കാര്യം ശരി, കാരണം തെറ്റ്, കാരണം തെറ്റ്, കാര്യം ശരി, അങ്ങനെ തിരിച്ചും മറിച്ചും കൊടുക്കും. അല്ലെങ്കിൽ കാര്യത്തിന്റെ ശരിയായ വിശദീകരണമാണ്, കാര്യത്തിന്റെ ശരിയായ വിശദീകരണമല്ല എന്നും കൊടുക്കാം. ഇവിടെ നോക്കൂ, അപ്പോൾ അങ്ങനെ വരികയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നോക്കൂ. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ മുൻനിർത്തി, അതായത് കാര്യത്തെയും കാരണത്തെയും മുൻനിർത്തി ശരിയായ ഉത്തരം എഴുതുക. കാര്യവും കാരണവും ശരി ആണോ? കാര്യവും കാരണവും ശരിയാണോ മക്കളെ? കാര്യവും കാരണവും ശരിയാണോ? കാര്യം ശരിയാണ്, കാരണം തെറ്റാണ്. സോ കൂടുതൽ ഇപ്പുറത്തേക്ക് എന്താ എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ വായിക്കുക വേണ്ട, അത് തെറ്റാണ്. അടുത്തത്, കാര്യവും കാരണവും ശരിയാണോ? അല്ല, തെറ്റാണ്. അല്ലേ? തെറ്റാണ്. രണ്ടെണ്ണം നമ്മൾ കളഞ്ഞേ. ബേസിക് ആയിട്ടുള്ള നോളജ് ഉപയോഗിച്ചുകൊണ്ട്, ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം യുക്തിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് നമ്മളത് കളഞ്ഞു. കാര്യം ശരി, എന്നാൽ കാരണം തെറ്റ്. ശരിയാണ്, നമ്മളിവിടെ കാര്യം ശരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കാരണം തെറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ അവിടെ പെൻഡിങ്ങിൽ വെക്കുക. കാരണം നാലാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാനുണ്ട്. കാര്യം തെറ്റാണോ? അല്ല, കാര്യം ശരിയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ശരി, അതെന്തായാലും ആവില്ല. അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കല്ലേ നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയത്. ഇവരുടെ ചരിത്രാഖ്യായികളുടെ നിയമവ്യവസ്ഥ വായിച്ചിട്ടില്ലെങ്കിലും ധർമ്മരാജയിലും രാമരാജ ബഹദൂറിലും പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞില്ലെങ്കിലും ഈ ചോദ്യത്തിന് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടില്ലേ? ആ നോളജ് മാത്രമേ ഇവിടെ നമുക്ക് ആവശ്യമുള്ളൂ. ക്ലിയർ അല്ലേ? കാര്യം ശരി എന്നാൽ കാരണം തെറ്റ്. കാര്യം ശരി എന്നാൽ കാരണം തെറ്റ്.
ക്ലിയർ ആയില്ലേ? ഈ ലോജിക്കാണ് ഈ പേപ്പറുകളിൽ ഈ പാറ്റേണിലുള്ള കാര്യം കാരണം ചോദ്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ബേസിക് ആയിട്ട് തന്നിരിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബേസിക് നോളജ്. ഇവിടുത്തെ ബേസിക് നോളജ് എന്താ? ചരിത്രാഖ്യായികളിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ല എന്നുള്ള നോളജാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അപ്പോ നമ്മള് ധർമ്മരാജ പഠിക്കും, ധർമ്മരാജയെ കുറിച്ചുള്ള പണ്ഡിത അഭിപ്രായങ്ങൾ പഠിക്കും, പുസ്തകങ്ങളുടെ പേര് പഠിക്കും, കഥ പഠിക്കും, കഥാപാത്രങ്ങൾ പഠിക്കും. പക്ഷേ ഈ നോവലിന്റെ ഫ്രണ്ടിലെ ചരിത്രാഖ്യായികൾ എന്നതിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അത് ശ്രദ്ധിക്കില്ല പലരും. അങ്ങനെ സ്വഭാവമുള്ള കുട്ടികളെ ഞാൻ കാണുന്നുണ്ട്. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ സ്കിപ്പ് ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. ഒരു ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൻട്രൊഡക്ഷൻ പറയുന്നത് എന്തിനാ? പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കണക്ഷൻ ഉണ്ടാക്കാനാണ്, മുന്നറിവ് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരിക്കലും എന്താണ് ഇത്തരത്തിലുള്ള ഇൻട്രൊഡക്ഷൻസ് വിടരുത് എന്നുള്ളത് മനസ്സിലായില്ലേ? ക്ലാസ്സിന്റെ തുടക്കത്തിലെ പരീക്ഷയെ കുറിച്ച് ചോദിച്ചപ്പോൾ ആരും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? വാലും തലയും ഒന്നും പഠിച്ചു പോകരുത്, പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കണം, പൂർണ്ണമായി പഠിക്കണം എന്ന് ആരോ ഒരാൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു മുഹ്സിനെയാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. പഠിക്കുന്നത് പൂർണ്ണമായി പഠിക്കണം. ഇവിടെയാണ് ആ പൂർണ്ണത വരുന്നത്. CV രാമൻപിള്ളയെ പഠിക്കും, പ്രഹസനങ്ങളും നോവലുകളും ഒക്കെ പഠിക്കും, ധർമ്മരാജ പഠിക്കും, രാമരാജ ബഹദൂർ പഠിക്കും. പക്ഷെ ചരിത്രാഖ്യായികളിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടോ എന്നുള്ള കാര്യം ബേസിക് നോളജ് ആണ്. അത് ചിലപ്പോ വിട്ടുപോകും. ഇനി വിടരുത്. ക്ലിയർ അല്ലേ മക്കളെ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം ക്ലിയർ അല്ലേ? എന്ത് ഉത്തരം വന്നു? എന്തുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് തെറ്റായി പോയി? യെസ്. അടുത്ത ചോദ്യം ദാ വീണ്ടും വ്യാകരണം. അലുക്താക്യ സമാസത്തിൽ ധാതുപൂർവത്തിലും വരാ. ഭാഗ്യം, സന്ധിയിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. എന്ന നിയമത്തിന് നൽകാവുന്ന ഉദാഹരണം: എരുതി, തലമുടി, ചുടലത്തി, തലപ്പാവ്. അലുക്താക്യ സമാസത്തിൽ ധാതുപൂർവത്തിലും വരാ. സന്ധികാരികയാണ് എന്ന് മനസ്സിലായില്ലേ? ഏത് സന്ധിയെയാണ് സൂചിപ്പിക്കുന്നത്? ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉദാഹരണം ഉത്തരം പറയേ. അലുക്താക്യ സമാസത്തിൽ ധാതുപൂർവത്തിലും വരാ എന്നുള്ള കാരിക സന്ധികാരികയാണ്. ഏത് സന്ധിയെ കുറിച്ചുള്ള കാരികയാണിത്? പറയൂ പറയൂ പറയൂ. ഏത് സന്ധിയെ കുറിച്ചിട്ടുള്ള കാരികയാണിത്? അലുക്താക്യ സമാസത്തിൽ ധാതുപൂർവത്തിലും വരാം. ഏതാ? ലോപസന്ധിയാണോ, ആഗമസന്ധിയാണോ, ദ്വിത്വസന്ധിയാണോ, ആദേശസന്ധിയാണോ? പറഞ്ഞേ. ഇത് ഏത് സന്ധിയാണ്? ദ്വിത്വസന്ധി. ദ്വിത്വസന്ധി എന്നാണ് സന്ധിയെ കുറിക്കുന്ന കാരികയാണ്. ധാതുപൂർവത്തിലും വരാ. ഇവിടെ വരാ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വരില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. വരാ. ഇരട്ടിപ്പ് വരില്ല. ചുടലത്തി ഇരട്ടിപ്പുണ്ട്, തലപ്പാവ് ഇരട്ടിപ്പുണ്ട്. അപ്പൊ ഇരട്ടിപ്പില്ലാത്ത രണ്ട് പദങ്ങളാണ് ഉള്ളത്. അതിലേതാണ് ആൻസർ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ധാതു പൂർവത്തിലും വരില്ല എന്നുള്ളത്. പൂർവത്തിൽ ധാതു വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? എരുതിയാണ് അല്ലെ? അലുക്താക്യ സമാസത്തിൽ ധാതു പൂർവത്തിലും വരാന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ വരില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ധാതുപൂർവത്തിൽ വരില്ല. എരി പ്ലസ് തി എരിതി എന്നതാകുന്നു, അല്ലാണ്ട് എരുത്തി എന്നാകുന്നില്ല. ധാതുപൂർവത്തിൽ വരില്ല. ക്ലിയർ അല്ലേ മക്കളെ? ദ്വിത്വസന്ധിയിലെ കാരിക 14 പറയുന്നത്. അലുക്താക്യ സമാസത്തിലും കേവല ധാതു പൂർവമായി വരുന്ന സമാസത്തിലും ഉത്തരപദത്തിലെ ആദിയിലെ ദൃഢാക്ഷരം ഇരട്ടിക്കുകയില്ല. എരി പ്ലസ് തി. ഇത് പൂർവപദം, ഇത് ഉത്തരപദം അല്ലെ? അലുക്താക്യ സമാസത്തിലാണ് എങ്കിൽ കേവല ധാതുവാണ് പൂർവപദമായി വരുന്നത് എങ്കിൽ ഉത്തരപദത്തിന്റെ ആദിയിലെ ദൃഢാക്ഷരം ഇരട്ടിക്കില്ല, ഇരട്ടിപ്പ് ഇല്ല. അതാണ് അലുക്താക്യ സമാസത്തിൽ ധാതുപൂർവത്തിലും വരാ എന്ന് പറയുന്നത്. എരി പ്ലസ് തി എരിതി ആകുന്നു. ഒരു ഉദാഹരണം കൂടി ഉണ്ടല്ലോ ARന്റെ കേരള പാണ്ഡ്യത്തിലെ. അതേതാണെന്ന് പറയാൻ പറ്റുമോ? ഒരു ഉദാഹരണം കൂടി ഈ ഒരു കാരികയുടെ ചോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതെപ്പോഴും ചോദിക്കാറുണ്ട്. ഇതേ എക്സാമ്പിൾ വെച്ച് പഠിപ്പിച്ചിരുന്നു. ശരിയാണ്, ഇതേ എക്സാമ്പിൾ ഇതേ ചോദിക്കൂ. അതേതാണ്? അണ്ടർ പ്ലസ് കോൺ, അണ്ടർ കോൺ. യെസ്, അത് തന്നെയായിരുന്നു ആവണി.
അണ്ടർ അധികം കോൺ അണ്ടർ കോൺ. അലുപ്താക്കി സമാസത്തിലും കേവലധാതു പൂർവ്വപദമായി വരുന്ന സമാസത്തിലും ഉത്തരപദാദിയിലെ ദൃഢവ്യഞ്ജനം ഇരട്ടിക്കുകയില്ല. ഇത് നമ്മുടെ ദിത്വസന്ധിയിലെ നോട്ട് സ്ലൈഡ് അതുപോലെ ഞാൻ കോപ്പി പേസ്റ്റ് എടുത്തതാണ്. അലുപ്താക്കി സമാസത്തിൽ ധാതു പൂർവ്വത്തിലും വരാം. അതാണ് കാരിക. വെറുതെ കാരിക തന്നിട്ട് ഉദാഹരണം പറയുന്ന രീതിയിലല്ല നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ്? വിശദീകരിച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അണ്ടർ അധികം കോൺ അണ്ടർ കോൺ. അണ്ടർ എന്നുള്ളത് അലുപ്താക്കി സമാസം കേവല ധാതുവാണ് വരുന്നത്. കോൺ എന്നതിലെ ദൃഢാക്ഷരം പൂർവ്വപദത്തിലെ ആദ്യത്തെ അക്ഷരത്തിന് എന്ത് വരുന്നില്ല? ഇരട്ടിപ്പ് വരുന്നില്ല. അണ്ടർ കോൺ എന്നാകുന്നു. കോൺ എന്ന് വരുന്നില്ല. ഇതാണ് ദിത്വസന്ധി. ക്ലിയർ ആയില്ലേ മക്കളെ? യെസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒരു കുഞ്ഞു ക്ലാസ് ആയിരുന്നു. മുൻകാല ചോദ്യ പേപ്പറിലെ 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഇതിന്റെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു ലേണേഴ്സ്.